കൊല്ലൂരിൽ നിന്നാണ് കുടജാദ്രിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ജീപ്പിലാണ് പ്രധാനമായും ആളുകൾ കുടജാദ്രിയിലേക്ക് പോകുന്നത്. ജീപ്പ് സ്റ്റാൻഡിൽ നിന്നും നേരിട്ടോ അല്ലെങ്കിൽ മൂകാംബിക ദർശനത്തിനായി റൂമെടുക്കുന്ന ഹോട്ടലുകൾ വഴിയോ കുടജാദ്രി ജീപ്പുകൾ വിളിക്കാം. 60 കിലോമീറ്ററാണ് കൊല്ലൂരിൽ നിന്നും കുടജാദ്രിയിലേക്കുള്ള ദൂരം. ടൗൺ കഴിഞ്ഞാൽ നിബിഡമായ വനമേഖലയാണ്. അതിലൂടെ ഇടുങ്ങിയതും വളവുകളുള്ളതുമായ റോഡ്. ഉച്ച കഴിഞ്ഞ നേരമായതുകൊണ്ട് കഴിയുന്നതും നേരത്തെ കുടജാദ്രിയിൽ എത്തുന്നതിന് വേണ്ടി അല്പം വേഗത്തിലാണ് ജീപ്പിന്റെ യാത്ര. ആനയും കരടിയും വിഹരിക്കുന്ന കാട്ടിലൂടെയുള്ള യാത്ര നിട്ടൂർ എന്ന മറ്റൊരു ഗ്രാമത്തിലെത്തി. കുടജാദ്രി യാത്രയ്ക്ക് മുൻപ് ചായയോ വെള്ളമോ സ്നാക്സോ ജ്യൂസോ ഒക്കെ വാങ്ങാനായി ഈ ടൗണിൽ ജീപ്പ് കുറച്ചുനേരം നിർത്തി. ആവശ്യത്തിന് കുപ്പിവെള്ളവും വാങ്ങി യാത്ര തുടർന്നു. ടൗൺ കഴിഞ്ഞ ശേഷം ജീപ്പ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും കുടജാദ്രി റോഡിലേക്ക് കയറി. കുടജാദ്രി യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന ജീപ്പുകളെ യാത്രയിലുടനീളം കാണാം. കുടജാദ്രിയുടെ ബേസ് ക്യാമ്പായ കട്ടിന ഹോളയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കുള്ള റോഡിൽ പ്രവേശിച്ചു. റോഡ് അവസാനിക്കുന്നിടത്താണ് മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറി ചെക്ക് പോസ്റ്റ്. ഇവിടെ ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. അതുകൂടാതെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിനൊരു ചെറിയ തുക അടയ്ക്കുകയും വേണം. തിരിച്ചു വരുമ്പോൾ ആ കുപ്പി കാണിച്ചാൽ ആ തുക റീഫണ്ട് ചെയ്യുകയും ചെയ്യും. എല്ലാം കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഒരു ഫോമിൽ പേരും വിവരങ്ങളും ഫില്ല് ചെയ്ത് കൊടുത്താൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അനുമതിയായി. തുടർന്ന് വനയാത്ര ആരംഭിക്കുന്നു. മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ ചക്ര റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗങ്ങളിലൂടെയാണ് ജീപ്പ് മല കയറി തുടങ്ങുന്നത്. പാറക്കല്ലും കുഴികളും കൊടും വളവുകളും കയറ്റങ്ങളും നിറഞ്ഞ വഴികളിലൂടെയുള്ള ജീപ്പിന്റെ സാഹസിക യാത്രയുടെ കാഴ്ചകളിലേക്ക്.
കർണാടകയിലെ ശിവമോഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രനിരപ്പിൽ നിന്നും 1343 മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് കുടജാദ്രി. ഇവിടെ ധാരാളമായി കാണുന്ന ഗിരിമല്ലിക അല്ലെങ്കിൽ മലമുല്ല എന്ന പൂവിന് സംസ്കൃതത്തിൽ കുടജ എന്നാണ് പേര്. അത് കൊടജ അല്ലെങ്കിൽ കൊടാശി എന്ന പേരുകളിലും അറിയപ്പെടുന്നു. കുടജ പൂക്കളുള്ള അദ്രി, അതായത് മലയുടെ സംസ്കൃത പദം. ഇത് രണ്ടും ചേർന്നാൽ കുടജാദ്രിയായി. കുടജാദ്രിയുടെ ഏതാണ്ട് താഴ്വര ഭാഗത്താണ് മൂകാംബിക ക്ഷേത്രം എന്നും പറയാം. കുടജാദ്രിയുടെ വനമേഖല മുഴുവൻ കുരങ്ങുകൾ, മലമുഴക്കി വേഴാമ്പലടക്കമുള്ള പക്ഷിവർഗ്ഗങ്ങൾ, കടുവ, പുലി, ആന, കഴുതപ്പുലി, പെരുമ്പാമ്പ് അടങ്ങുന്ന പാമ്പ് വർഗ്ഗങ്ങൾ എന്നിവയുടെ ആവാസ വ്യവസ്ഥയാണ്. കുഴികളും മലയും താണ്ടി ജീപ്പ് ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. കുടജാദ്രി യാത്രികരെയും കൊണ്ടുവന്ന നിരവധി ജീപ്പുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും സർവജ്ഞ പീഠത്തിലേക്ക് നടന്നു വേണം പോകാൻ. സമയം ഉച്ചതിരിഞ്ഞ് 3:30. 5:15 ആവുമ്പോഴേക്കും തിരികെ എത്തണമെന്ന് ജീപ്പ് ഡ്രൈവർ പറഞ്ഞു. 6 മണിക്ക് മുൻപ് മലയിറങ്ങി ചെക്ക് പോസ്റ്റ് കടക്കണമെന്നാണ് ഫോറസ്റ്റിന്റെ നിർദ്ദേശം, അല്ലെങ്കിൽ പിഴയടക്കേണ്ടി വരും. ഡ്രൈവർ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ജീപ്പ് പാർക്ക് ചെയ്തിടത്തു നിന്നും മുന്നോട്ട് നടന്നു. സർവജ്ഞ പീഠത്തിലേക്കുള്ള നടപ്പാത ആരംഭിക്കുന്നിടത്ത് കാലഭൈരവ ക്ഷേത്രവും മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനമായ ആദി മൂകാംബിക ക്ഷേത്രവും കാണാം. ട്രെക്കിംഗ് ആരംഭിക്കുന്നിടത്ത് ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള കാന്തിക ശക്തി ഉണ്ടെന്ന് പറയപ്പെടുന്ന മാഗ്നറ്റിക് ശിലകളെ നിലത്ത് കാണാം. നല്ല മിനുസമുണ്ട്, ചവിട്ടിയാൽ വഴുക്കിപ്പോകും. ഇരുമ്പ് കല്ലുകളെ ചവിട്ടി മുന്നോട്ട് പോയാൽ ഭദ്രകാളി ക്ഷേത്രം കാണാം. പിന്നീട് വനത്തിലൂടെയുള്ള കുത്തനെയുള്ള കയറ്റമാണ്. തിടുക്കത്തിൽ കയറിയാൽ ജീവൻ അപകടമാണ്. അതുകൊണ്ട് തന്നെ വളരെ സാവധാനം വേണം കയറാൻ. ഏതാണ്ട് 3 തട്ടുകളായിട്ടാണ് സർവജ്ഞ പീഠത്തിലേക്കുള്ള മലകയറ്റം. ഇരുവശത്തും അടിക്കാടുകൾ നിറഞ്ഞ വഴിയിലൂടെ കയറി ആദ്യത്തെ നിരപ്പിലെത്തിയാൽ വിശാലമായ പുൽമേടുകളുടെയും മൊട്ടക്കുന്നുകളുടെയും കാഴ്ചകൾ കാണാം. കുന്നുകളുടെ താഴ്വരകളിൽ നിന്നും പുക ഉയരുന്നത് പോലെ കോടമഞ്ഞ് കയറി വരുന്നു. അവിടെ നിന്നും അടുത്ത കുന്ന് കയറി തുടങ്ങി. മുന്നോട്ടുള്ള വഴി മറയ്ക്കുന്ന രീതിയിൽ തന്നെ മഞ്ഞ് കയറി വരാൻ തുടങ്ങി. ഇടതുവശത്ത് ചെങ്കുത്തായ താഴ്ചയാണ്. വളരെ സൂക്ഷിച്ചു വേണം ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കാൻ. വീണ്ടും മറ്റൊരു നിരപ്പിലെത്തി. ഇവിടെയും മനോഹരമായ കാഴ്ചകൾക്ക് ഒരു കുറവുമില്ല. നിരപ്പിൽ നിന്നും മരങ്ങളും ചെടികളും തിങ്ങി നിറഞ്ഞ ഒരു ചെറിയ കാട്ടിൽ കയറി വീണ്ടും അടുത്ത കയറ്റത്തിലേക്ക്. ദൂരെയായി മൂകാംബിക ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങളും കൊല്ലൂർ ഗ്രാമത്തിന്റെ മറ്റു പ്രദേശങ്ങളും ഭംഗിയായി കാണാം. ഈ കയറ്റം അവസാനിക്കുന്ന ഇടത്തു നിന്ന് നോക്കിയാൽ ദൂരെയായി ഒരു ചെറിയ പാറനിരപ്പിന് മുകളിലായി സർവജ്ഞ പീഠം കാണാം.
പൂർണ്ണമായും കരിങ്കല്ലിൽ കൊത്തിയെടുത്ത സർവജ്ഞപീഠം എന്ന ഈ മണ്ഡപത്തിനുള്ളിൽ ശ്രീശങ്കരാചാര്യരുടെ ഒരു ചെറു കൽവിഗ്രഹവും കല്ലിൽ കൊത്തിയ ശ്രീചക്രവും കാണാം. ഈ ശ്രീചക്രത്തിൽ ദേവി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ഈ പീഠത്തിന് പിന്നിലേക്ക് തുടർന്നും യാത്ര ചെയ്താൽ ശ്രീശങ്കരൻ തപസ് ചെയ്ത ചിത്രമൂല എന്ന ഗുഹയിലെത്താം. പക്ഷേ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് അവിടേക്ക് പോകുന്നത് വനവകുപ്പ് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. പ്രകൃതി സൗന്ദര്യവും ആത്മീയതയും സമന്വയിച്ചിരിക്കുന്ന ഈ മനോഹരമായ സ്ഥലത്ത് കുറച്ചു നേരം വിശ്രമിച്ചാൽ നിമിഷ നേരം കൊണ്ട് തന്നെ യാത്രയുടെ ക്ഷീണമെല്ലാം മാറും. പക്ഷേ അധിക നേരം ഇരിക്കാൻ സമയമില്ല. സന്ധ്യ മയങ്ങി തുടങ്ങുകയാണ്. ഒട്ടും താമസിക്കാതെ മലയിറങ്ങി തുടങ്ങി. കോടമഞ്ഞ് അരിച്ചു കയറുന്ന മൊട്ടക്കുന്നുകളും കുന്നുകൾക്കിടയിലെ കാടുകളും കടന്ന് തിരിച്ചിറക്കാം. എതിരെ മല കയറി വരുന്നവർ കിതച്ചുകൊണ്ട് ചോദിക്കുന്നത് ഇനി എത്ര ദൂരമുണ്ടെന്നാണ്. സമയം പരിമിതമായി കൊണ്ടിരുന്നിട്ടും സന്ദർശകരുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല. ഇനി നമ്മൾ വന്ന അത്രയും നടക്കാണ്ട്. നമ്മൾ ആദ്യം എത്തിയ മൊട്ടക്കുന്നുകളുടെ ഭാഗത്ത് മറ്റൊരു ചെരുവിലായി ഗണപതി ഗുഹയെന്ന ഒരു ഗുഹാക്ഷേത്രമുണ്ട്. മറ്റൊരവസരത്തിൽ ആ പുരാതന ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്കും നമ്മൾ പോകുന്നതായിരിക്കും. കുത്തനെയുള്ള മലയിറങ്ങി കൃത്യസമയത്ത് തന്നെ താഴെയുള്ള ആദി മൂകാംബിക ക്ഷേത്രത്തിലെത്തി. മൂകാസുരനെ വധിച്ച ശേഷം ദേവി ഇവിടെ കുത്തിനിർത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന തൃശൂലത്തെ തൊഴുതു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ശൂലത്തിന് തുരുമ്പെടുത്തിട്ടില്ല എന്നുള്ളത് അത്ഭുതമാണ്. ക്ഷേത്രമുറ്റത്തു നിന്നും നടന്ന് ജീപ്പിൽ കയറി. ഇനി മലയിറക്കമാണ്. 3200 രൂപയാണ് കുടജാദ്രി യാത്ര പോയി വരുന്നതിനുള്ള ജീപ്പ് യാത്രയുടെ ചാർജ്. 8 പേരാണ് ഒരു ജീപ്പിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി ആളുകളുടെ എണ്ണം. കൂടാതെ ചെക്ക് പോസ്റ്റിൽ ഫോറസ്റ്റ് എൻട്രി ഫീസ് ഒരാൾക്ക് 70 രൂപയാണ്. അതായത് 8 പേരടങ്ങുന്ന ഒരു സംഘത്തിന് പെർ ഹെഡ് 470 രൂപയ്ക്ക് കുടജാദ്രിയിൽ പോയി വരാം. വരും വർഷങ്ങളിൽ ഈ തുകയ്ക്ക് മാറ്റം വന്നേക്കാം. മലയിറങ്ങി ജീപ്പ് ചെക്ക് പോസ്റ്റിലെത്തിയതോടെ കുടജാദ്രി യാത്രയുടെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. ഏതാണ്ട് 7:15 ഞങ്ങൾ മൂകാംബികയിലെത്തുകയും ചെയ്തു. കുടജാദ്രി യാത്രയുടെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കുടജാദ്രി യാത്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങളും അറിവുകളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു യാത്രയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.